കൂട്ടുകാരെ, വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഒരു പ്രത്യേക രുചിയായിരിക്കും. നേരം വെളുത്താൽ ഞാനിങ്ങനെ മുറം കൊണ്ട് തൊടിയിൽ പോയാൽ എനിക്കൊരു മുറം നിറച്ച് പച്ചക്കറിയും മറ്റു വിഭവങ്ങളും ഒക്കെ മണ്ണ് തരും. സ്കൂൾ വിട്ട് വന്നാൽ ഞാൻ തൊടിയിൽ ഇങ്ങനെ കൃഷി ചെയ്യും. അത് കഴിഞ്ഞ് ഓരോ മാസവും ഇങ്ങനെ വിളവെടുക്കും. ഓരോ തരം പച്ചക്കറികൾ. മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണ് നമുക്ക് തീർച്ചയായും തിരിച്ച് നല്ല സമ്മാനങ്ങൾ തന്നെ തരും. ഒരു മുറം വഴുതനങ്ങയാണ് കിട്ടിയതെന്ന്. ഇതാ വെളുത്ത കോമാങ്ങ, നല്ല സ്വാദുള്ള അടയ്ക്കാപ്പഴം, അങ്ങനെ ചക്കയും കൂടെ ഞാൻ വരട്ടിയെടുത്തു. ചക്കയും തൊടിയിൽ നിറയെ ഉണ്ട്. വിപണിയിലൊക്കെ വാങ്ങുമ്പോൾ നല്ല വില കൊടുക്കണം. നമുക്കിത് ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയായിരിക്കും. നല്ല നാടൻ ചക്ക വരട്ടിയത്. ഇതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ ഒന്നിട്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ അവസാന ഭാഗം കൂടി പരിചയപ്പെടുത്തട്ടെ. ഹായ് കൂട്ടുകാരെ, ചക്ക വരട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടിരുന്നു. ഇതിൻ്റെ അവസാന ഭാഗമാണ്. ഇപ്പോൾ ഇത് വരട്ടി പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പരുവത്തിൽ വേണം ചക്ക വരട്ടി സൂക്ഷിക്കാൻ. വെള്ളം ഒട്ടും ഇതിലില്ല, എല്ലാം വറ്റിപ്പോയി. ഇനി ഇതിനെ കൈകൊണ്ട് ഒരിക്കലും തൊടരുത്, സ്പൂണ് വെച്ച് വേണം ചെയ്യാൻ. ഇങ്ങനെ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ നല്ല ബലമുണ്ടായിരിക്കും. ഇതാ ഒട്ടും വെള്ളമില്ല. ഇത് നല്ലപോലെ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് വരട്ടി വരട്ടി ഇങ്ങനെ ആക്കാൻ വേണ്ടി ഞാൻ എടുത്ത സമയം ഒരാഴ്ചയാണ്. വീട്ടിലെ അടുക്കളയിലെ പണികളൊക്കെ കഴിയുമ്പോൾ കനൽ ഉള്ള അടുപ്പാകും. ആ സമയത്ത് ആ കനൽ അടുപ്പത്ത് വെച്ചാണ് ദിവസേന ഞാനിത് ഒരു 10 മിനിറ്റോളം ഇളക്കി 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 മറിച്ചത്. ഇപ്പോൾ ഇത് ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ഒരു പരുവത്തിലായി. ഇനി ഇത് 1 വർഷം വരെ കേടുവരികയില്ല. ഇനി ഇത് നമുക്ക് നല്ലൊരു കുപ്പിയിൽ, വെള്ളം ഒട്ടും ഇല്ലാത്ത കുപ്പിയിലേക്ക് മാറ്റി കാറ്റ് കടക്കാതെ അടച്ച് സൂക്ഷിച്ചു വെക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് കുപ്പിയിലേക്ക് മുഴുവൻ ചക്കയും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സ്പൂണിൽ നിന്നത് വീഴുകയില്ല, അത്രയും കട്ടിയാണ്. ആ ഒരു പരുവത്തിലാണിത് വരട്ടിയെടുക്കേണ്ടതും. അങ്ങനെ മുഴുവൻ ചക്കയും കുപ്പിയിലാക്കി കഴിഞ്ഞു. ഇതൊരു വർഷത്തിൽ നമുക്ക് ഉടനീളം ഉപയോഗിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്കും ഇതിൽ വെള്ളം ഇല്ല. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇങ്ങനെ കുപ്പിയിലാണ് അടച്ചു വെക്കേണ്ടത്. പ്ലാസ്റ്റിക്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൂത്തുപോകും. ഇത് നല്ലപോലെ ടൈറ്റാക്കി മുറുക്കടയ്ക്കണം. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുള്ള സമയങ്ങളിൽ ഈ ചക്ക വരട്ടിയത് കൊണ്ട് പല തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാം. അത് ഓരോന്നായി പിന്നീട് പരിചയപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.